ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നില്ല? അൽഹംദുലില്ലാഹ് നമ്മളും സുഖമായിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഒരു നോമ്പുള്ള ദിവസമായതുകൊണ്ട് നമുക്ക് വൈകുന്നേരം നമ്മൾ നോമ്പ് തുറക്കുമ്പോഴത്തേക്കും കഴിക്കാനുള്ളതൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങാൻ വെച്ച് മുട്ടക്കറി ഉണ്ടാക്കുന്നത്. വറുത്തരച്ചുള്ളൊരു മുട്ടക്കറിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ ആദ്യം മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങാൻ വെച്ചതിന് ശേഷം സവാളയും തക്കാളിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം. ഇതിപ്പോൾ ചെറിയ സവാള ആയതുകൊണ്ടാണ് ഞാൻ 3 എടുത്തുള്ള. വലുതൊക്കെ ആണെങ്കിൽ ഒരു 1.5 എണ്ണം അല്ലെങ്കിൽ 2 എണ്ണമൊക്കെ മതിയാവും. തക്കാളി ഞാൻ അതിൽ നിന്ന് ആ വലിയൊരു തക്കാളി ഉണ്ടല്ലോ അത് മാത്രമേ എടുക്കണുള്ളൂ. ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ഞാൻ കാണിച്ചു തരാവേ ഞാൻ എടുത്തത് എന്തോരാണെന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കട്ടെ. അങ്ങനെ സവാളയും എല്ലാം നന്നാക്കി വെച്ചതിന് ശേഷം അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വറുത്തരച്ച് വെക്കുന്ന കറി ആയതുകൊണ്ട് അതിൽക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് നമ്മൾ ആദ്യം തന്നെ ചിരണ്ടി വെക്കുന്നുണ്ട്. തേങ്ങ വറുത്ത് വെച്ചാൽ പിന്നെ നമുക്ക് സവാള ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് അതൊക്കെ ഒന്ന് ചൂടാറി കിട്ടുമല്ലോ. അപ്പോൾ ആദ്യം തന്നെ തേങ്ങയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കട്ടെ. തേങ്ങ നമ്മളിപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളും കറിക്കല്ല, ഇതിൽ നിന്ന് നമ്മൾ ഇച്ചിരി മാറ്റി വെക്കുന്നുണ്ട്. ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ കറിക്കുള്ള മാത്രം ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3-4 ചുമന്നുള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ചെറിയൊരു കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ഏലക്ക, 2 ഗ്രാമ്പു, പിന്നെ നമ്മുടെ പെരിഞ്ജീരകം ഒരു 1/2 സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായി വറുത്തെടുക്കണം. അതിനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായപ്പോൾ നമ്മളൊരു 1 സ്പൂൺ 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായി വറുത്തെടുക്കണം. തേങ്ങയ്ക്ക് ഇപ്പോൾ ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട്. കാരണം ഇനിയിത് കരിയരുത്, നമ്മൾ കുറച്ചിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. കാരണം നന്നായി കളറ് മാറണം, നല്ല മുരിഞ്ഞ കളറായിരിക്കണം, അതായിരിക്കും ടേസ്റ്റ് ഈ കറിക്ക്. അപ്പം തീയൊക്കെ ഒന്ന് കുറച്ചിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. അപ്പോൾ ഈ ഒരു ഇത് മതി. ഇനി ഈ ചട്ടിയിൽ വേണമെങ്കിൽ ചട്ടിയിൽ തന്നെ വെക്കാം, അല്ലെങ്കിൽ ഒന്ന് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഞാൻ ആ ചട്ടിയിൽ തന്നെയാണ് വെക്കുന്നത്, കാരണം കുഴപ്പമില്ല, അത് അത്യാവശ്യം നല്ല കറക്റ്റിനാണ് കിട്ടിയുള്ളത്. അതുപോലെ ഇനിയിപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ വേറെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളക്, അത് അത്ര എരിവില്ലാത്ത പച്ചമുളകാണ്. അതിലേക്ക് ഒരു ഇച്ചിരി ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്താൽ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് തായി കഴിയുമ്പോൾ ആദ്യം നമ്മൾ ഇഞ്ചും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ഞാൻ ഇപ്പോൾ കണ്ടിലെടുത്തത്, അതൊക്കെ ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. സവാളയൊക്കെ നന്നായി വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. നമ്മൾ മുളക് പൊടി ഒരു 1.5 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 സ്പൂണൊക്കെ മഞ്ഞൾപ്പൊടിയും ഒരു മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക്. അതുപോലെ തന്നെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, കറിക്ക് നല്ല മണം അതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് പച്ചമണം മാറുന്ന വരെയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയൊക്കെ നന്നായി ചൂടാറിയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കാം. അതിനാണ് ആദ്യം തന്നെ നമ്മൾ തേങ്ങയൊക്കെ ഇതാക്കി എടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് അത്ര ടൈം കളയണ്ടല്ലോ, നമ്മുടെ പണിയും വേഗം എളുപ്പത്തിൽ കഴിയും. തേങ്ങ അടിച്ചെടുക്കുമ്പോൾ ആദ്യം ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് മാത്രം അരച്ചെടുക്കണം, അല്ലെങ്കിൽ അരയാൻ ഭയങ്കര പാടായിരിക്കും. തേങ്ങയൊക്കെ അരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇതൊക്കെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി നന്നായി വെന്തുടയണം. പഴുത്ത തക്കാളി ചേർക്കുന്നതായിരിക്കും നല്ലത്. തക്കാളിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. വേണമെങ്കിൽ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആക്കാം.
പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് പിന്നെ നമ്മൾ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിക്കണേ, പച്ചവെള്ളം ചേർക്കരുത് ഒരിക്കലും, കാരണം എല്ലാം വറുത്ത് വെച്ചതാണല്ലോ, തേങ്ങ വറുത്തതാണ്. ഇപ്പം നമ്മൾ സവാള ഇതൊക്കെ ആയാണല്ല. പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ മുട്ട പുഴുങ്ങിയതും അതിലേക്ക് ചേർത്ത് കൊടുക്കണം. മുട്ട വേണമെങ്കിൽ ഒന്നിങ്ങനെ വരഞ്ഞിട്ട് കൊടുക്കുക. ഇതിപ്പോൾ എല്ലാ മുട്ടക്കും ഇങ്ങനെ വര വീണിട്ടുണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ വരഞ്ഞിട്ട് കൊടുത്തില്ല. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് അതൊക്കെ ഒന്ന് അടുപ്പത്ത് തിളപ്പിച്ചെടുക്കണം. അതൊക്കെ ഒന്ന് തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കണം. മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ഇപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് മാത്രം ചേർത്ത് കൊടുത്തതാണ്. ഇപ്പോൾ കറിയൊക്കെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ എപ്പോഴും ചെയ്യാൻ. കറി എല്ലാം കുറുകി വന്നതിന് ശേഷം അത് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു നുള്ളിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കറിവേപ്പില, ഗരം മസാല നമ്മൾ വീട്ടിലുണ്ടാക്കിയതുകൊണ്ട് നല്ല മണമായിരിക്കും. കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ല മണം ഇതൊക്കെ ആയിരിക്കും. അതൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചാൽ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കണം. ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇടിയപ്പമാണിത്. അപ്പോൾ അതിന് നമ്മളൊരു 1.5 ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സാക്കി വെക്കണം. ഉപ്പും വെളിച്ചെണ്ണ എല്ലായിടത്തും മിക്സായതിന് ശേഷം നല്ല തിളച്ച വെള്ളമാണ് നമ്മൾ ഇടിയപ്പത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ പൊടികൾക്ക് ഈ ചൂടുവെള്ളം ഇച്ചിരിയായി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ വെള്ളം ഒരുമിച്ച് ആദ്യം തന്നെ എല്ലാം ഒരുമിച്ച് ഒഴിക്കരുത്, പാകം നോക്കണം. വെള്ളം കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടായിരിക്കും, ഒട്ടി പിടുത്തുണ്ടാവും ഇടിയപ്പത്തിന്. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് വെള്ളം കറക്റ്റ് പാകമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്നും അധികം ചൂടാറാനൊന്നും നിൽക്കരുത്. ആ ഒരു ചൂടിൽ തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം. അപ്പോൾ കൈയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, ചൂടുണ്ടാവും. വെള്ളം കറക്റ്റിന് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മാവൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് കിട്ടും. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇടിയപ്പത്തിൻ്റെ തട്ടൊക്കെ ഒന്ന് കഴുകി അതിലേക്ക് വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. പിന്നെ ഇടിയപ്പം ഉണ്ടാക്കുന്നതിന് മുന്നേ വേണമെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. തേങ്ങ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ അതിലേക്ക് മാവ് ഫില്ല് ചെയ്തതിന് ശേഷം ഒന്ന് പീച്ചെടുക്കണം. നമ്മളിങ്ങനെ മാവ് കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ പീച്ചാനും ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ഇടിയപ്പം പീച്ച് കിട്ടും. ഒരു ടൈറ്റും കാര്യങ്ങളും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഒരു കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കൊന്ന് തന്നെ പീച്ചെടുക്കാൻ പറ്റും. ഈ സമയത്ത് നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായി. നമ്മൾ ഇടിയപ്പത്തിൻ്റെ ചെമ്പിൽ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ ഇടിയപ്പമൊക്കെ അതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് വേവിക്കാൻ, തീ കുറച്ചിട്ടിട്ടും വേവിക്കണമെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം കിട്ടും. ഇപ്പോൾ നമ്മുടെ ഇടിയപ്പമൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് കൊട്ടി കൊടുത്തിട്ട് അതിൽ നിന്ന് ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ ഓരോന്നാക്കിയിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ എല്ലാ ഇടിയപ്പം ചുട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതളം ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് മാതളമൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട്. മാതളം നന്നാക്കി എടുക്കാൻ നല്ലൊരു എളുപ്പമാണ്. ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ട് നമ്മളിങ്ങനെ തട്ടി കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ എല്ലാ കുരുകളും ചാടിക്കോളും.
അങ്ങനെ മാതളെല്ലാം നന്നാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിനി അത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ പാലും കൂട്ടിയിട്ടാണ് ഇപ്പോൾ ജ്യൂസ് അടിക്കുന്നത്. കട്ടപ്പാലുണ്ടെങ്കിൽ അതായിരിക്കാം നല്ലത്. ഞാൻ പിന്നെ ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെയെന്ന് വെച്ചാൽ അധികം നല്ല തണുപ്പൊന്നും വേണ്ടാന്ന് ഓർത്തിട്ട് കട്ടപ്പാലല്ല, സാധാ പാൽ തന്നെയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള മധുരം, അതുപോലെ തന്നെ ഇച്ചിരി പാൽ ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കണം. ഒരുപാട് പാൽ ഇപ്പം തന്നെ ഒഴിച്ചാൽ അരഞ്ഞ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇച്ചിരി പാൽ ഒഴിച്ച് പഞ്ചസാര ഇട്ട് അതൊക്കെ ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ നന്നായി അടിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ബാക്കി പാൽ, നമ്മളൊരു 1/2 ലിറ്ററിൻ്റെ പാലാണ് ഇതിലേക്ക് ചേർത്തത്. അങ്ങനെ എല്ലാം ഒന്ന് നമ്മൾ ഇതാക്കിയിട്ടുണ്ട്, ജ്യൂസാക്കി. അതൊന്ന് അരിച്ചൊഴിക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണിത്. അങ്ങനെ ജ്യൂസ് ആയിക്കഴിഞ്ഞ ശേഷം ഒരു കപ്പങ്ങ ഉണ്ടായിരുന്നു. ഇത് ഫുള്ളും എടുക്കണില്ല, അതിൻ്റെ പകുതി മതി. അങ്ങനെ പകുതി ഞാൻ എടുത്തിട്ട് പിന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ച്, എന്നിട്ട് ഈ പകുതിയാണ് പിന്നെ നമ്മൾ നന്നാക്കി കഴുകി കഷ്ണാക്കി എടുത്തത്. ഇന്ന് നമ്മൾ നോമ്പ് തുറക്കാൻ ഇത്രയും സാധനങ്ങളോ, പിന്നെ നമ്മൾ പുറത്തുനിന്ന് കടി മേടിച്ചായിരുന്നു. സാധാരണ അങ്ങനെ ഇങ്ങനെ പൊരിച്ച കടികൾ മേടിക്കാറില്ല. ഫ്രൂട്ട്സ് ജ്യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ കപ്പങ്ങ എല്ലാം ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാങ്ക് കൊടുക്കാറായപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതെല്ലാം നമ്മൾ കൊണ്ടുവന്ന് വെച്ച്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.